പ്രപഞ്ചത്തിന്റെ ആദിയിൽ ശിവന്റെ അർദ്ധാംഗിയായ പാർവതിദേവി മാതൃത്വത്തിന്റെ പരമോന്നത ശക്തിയായി വിളങ്ങവേ ഭൂമിയിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾ പെരുകി. ദേവിയുടെ മൂന്നാം നേത്രം തുറന്നു. അതിൽ നിന്നുയർന്ന കോപാഗ്നിയിൽ നിന്ന് പെരിയാച്ചി അമ്മൻ അവതരിച്ചു. അവളുടെ ഒരു കൈയിൽ പ്രസവവേദനയിലുള്ള അമ്മമാരെ രക്ഷിക്കാനുള്ള അമൃതകലശവും മറ്റു കൈകളിൽ അവരെ പീഡിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള ആയുധങ്ങളും. പ്രസവവേദനയിൽ നരകിക്കുന്ന അമ്മമാർ അവളുടെ നാമം ഉരുവിടുമ്പോൾ പെരിയാച്ചി അമ്മന്റെ കാരുണ്യം അവരെ പൊതിയും. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്കോ അമ്മമാർക്കോ ദ്രോഹം ചെയ്യാൻ ശ്രമിക്കുന്നവർ, അവരുടെ വിധി ഭയാനകമാണ്. പെരിയാച്ചിയുടെ കോപം കണ്ടവരുടെ രക്തം മരവിക്കും, അവരുടെ ആത്മാവ് നരകത്തിൽ എരിയും. പുരാതന തമിഴ്നാട്ടിൽ മഹാപാപിയായ പാണ്ഡ്യരാജൻ വല്ലാളന്റെ ഹൃദയത്തിൽ കറുത്ത വിഷം പോലെ ഒരു പ്രവചനം ആഴത്തിൽ പടർന്നു. അവന്റെ സന്തതി ഭൂമിയിൽ പതിച്ചാൽ അവന്റെ സിംഹാസനം രക്തത്തിൽ മുങ്ങുമെന്ന്. രാജ്ഞി ഗർഭിണിയായപ്പോൾ പെരിയാച്ചി അമ്മൻ ഒരു സ്ത്രീ വൈദ്യവേഷത്തിൽ കൊട്ടാരത്തിലെത്തി. പക്ഷേ രാജാവിന്റെ ക്രൂരതയും കുഞ്ഞിനോടുള്ള വെറുപ്പും കണ്ടപ്പോൾ അവളുടെ യഥാർത്ഥ രൂപം വെളിപ്പെട്ടു. കൊട്ടാരത്തിൽ പെരിയാച്ചിയുടെ രൂപം അതിഭീകരമായി മാറി. അവളുടെ കണ്ണുകളിൽ നിന്ന് ചുടുരക്തം ഒഴുകി, മുടി കരിനാഗങ്ങളായി മാറി നൃത്തമാടി. 10 കൈകളിലും രക്തം പുരണ്ട ആയുധങ്ങൾ, ത്രിശൂലം, ഖഡ്ഗം, കത്തി, വാൾ തിളങ്ങി. ചുവന്ന നാവ് പുറത്തേക്ക് നീണ്ട്, കഴുത്തിൽ തലയോട്ടികളുടെ മാല. അവളുടെ ഓരോ നിശ്വാസവും മരണമന്ത്രങ്ങൾ മുഴക്കി. ഞാൻ പരാശക്തിയുടെ കോപമാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ രക്തം കുടിക്കാൻ വന്നിരിക്കുന്നു. പെരിയാച്ചി അമ്മന്റെ ഭീകരമായ നൃത്തം കൊട്ടാരത്തെ വിറപ്പിച്ചു. അവളുടെ വാൾ രാജാവിന്റെ ശരീരം രണ്ടായി പിളർന്നു. അവന്റെ നിലവിളി ത്രിലോകങ്ങളെ നടുക്കി. ഭയം നിറണ്ട രാജ്ഞി കുഞ്ഞിനെ കൊല്ലാൻ ഓടിയപ്പോൾ പെരിയാച്ചിയുടെ കോപം കൊടുങ്കാറ്റായി. അവളുടെ നഖങ്ങൾ രാജ്ഞിയുടെ ഉദരം പിളർന്നു, കുടലുകൾ ചിതറി. രാജകുടുംബത്തിന്റെ രക്തം കൊണ്ട് നെറ്റിയിൽ തിലകമിട്ട് കുഞ്ഞിനെ സുരക്ഷിതമായി മാറോട് ചേർത്തു. ഇന്നും സന്തതിക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾ പെരിയാച്ചി അമ്മനെ സമീപിക്കുന്നു. കറുത്ത സാരികൾ, പായസം, തേങ്ങ, കർപ്പൂരം എന്നിവ സമർപ്പിച്ച് അനുഗ്രഹം തേടുന്നു. പ്രത്യേകിച്ച് പ്രസവവേദനയുടെ സമയത്ത് അവളുടെ നാമം ഉരുവിടുന്നവർക്ക് സുരക്ഷിതമായ പ്രസവം ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഗർഭിണികളെയോ കുഞ്ഞുങ്ങളെയോ ഉപദ്രവിക്കുന്നവർക്ക് അവളുടെ ശിക്ഷ ഭയാനകമാണ്. പെരിയാച്ചി അമ്മൻ, അവൾ അമ്മമാരുടെ കരുണാമയും ദുഷ്ടന്മാരുടെ സംഹാരിണിയുമാണ്. അവളുടെ ഒരു കൈ അനുഗ്രഹിക്കാൻ, മറ്റൊരു കൈ ശിക്ഷിക്കാൻ. അവളുടെ സാന്നിധ്യം തന്നെ ദുഷ്ടശക്തികളെ ഓടിക്കും. ഓർക്കുക, നിങ്ങളുടെ ഓരോ ചലനവും പെരിയാച്ചി കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ വരെ അവൾ വായിക്കുന്നു. അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുന്നവരെ അവൾ തന്റെ രക്താംബരത്തിൽ പൊതിഞ്ഞ് നിത്യനരകത്തിലേക്ക് വലിച്ചെറിയും. അവളുടെ മുന്നിൽ ദുഷ്ടർക്ക് മാപ്പില്ല, കരുണയില്ല, രക്ഷയില്ല. തമിഴ്നാട്ടിന്റെ ഹൃദയഭൂമിയിൽ പെരിയാച്ചി അമ്മന്റെ ക്ഷേത്രങ്ങൾ രക്ഷയ്ക്കും നീതിക്കുമുള്ള വിശുദ്ധ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. കാലത്തിന്റെ നാശം പല ക്ഷേത്രങ്ങളുടെയും പ്രാധാന്യം ഇല്ലാതാക്കിയെങ്കിലും അവളുടെ ദിവ്യ സാന്നിധ്യത്തിലേക്കുള്ള വിശ്വാസം ഒരിക്കലും മങ്ങിയിട്ടില്ല. തിരുവാറൂർ, തിരുവണ്ണാമലൈ ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ ഇന്നും അമ്മമാരും കുടുംബങ്ങളുമെത്തി സുരക്ഷിതമായ പ്രസവത്തിനും കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനും അവളുടെ അനുഗ്രഹം തേടുന്നു. ഇന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾ പെരിയാച്ചി അമ്മനെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പരമരക്ഷകനായി ആരാധിക്കുന്നു. ഗർഭിണികളായ സ്ത്രീകൾ കറുത്ത സാരികളും പഴങ്ങളും മറ്റു സമർപ്പണങ്ങളും അവളുടെ ക്ഷേത്രങ്ങളിൽ അർപ്പിച്ച് സുരക്ഷിതമായ പ്രസവത്തിനും പുതുജന്മങ്ങൾക്കുള്ള ആരോഗ്യത്തിനുമുള്ള പ്രാർത്ഥന നടത്തുന്നു. പ്രസവത്തിന് ശേഷം 30-ാം ദിവസം കുഞ്ഞുങ്ങളെ അവളുടെ പാദത്തിൽ വയ്ക്കുന്നു. അതിലൂടെ അവളുടെ ദിവ്യ സംരക്ഷണത്തിലേക്കുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. പെരിയാച്ചി അമ്മൻ വെറും ഒരു ദേവിയല്ല, അവൾ നീതിയുടെയും അനന്തരകാരുണ്യത്തിന്റെയും പ്രതീകമാണ്. അവളുടെ ഭക്തർ വിശ്വസിക്കുന്നത് ഓരോ കുഞ്ഞിനെയും അവൾ സംരക്ഷിക്കുകയും അവർക്കു ഹാനി വരുത്തുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണ്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവളുടെ പൂജയ്ക്ക് പുണ്യമായ ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു. കുടുംബങ്ങൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥന നടത്തുന്നു. തമിഴ്നാട് പെരിയാച്ചി അമ്മനെ അത്യുജ്വലമായ ഭക്തിയോടെ ആദരിക്കുന്നു. ഇന്നും അവളുടെ കഥ ഭക്തിയെയും ഭയത്തെയും ഉണർത്തുന്നു. അന്ധകാരത്തിനും അനീതിക്കും എതിരെ അവളുടെ കഠിനമായ നിലപാടും കരുണയുടെ അമ്മത്വവുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവളെ ആദരിക്കൂ, അവളുടെ പാരമ്പര്യം നിലനിർത്തൂ,
തമിഴ്നാട്ടിന്റെ ശാശ്വതമായ അമ്മയും രക്ഷകർത്താവുമായ പെരിയാച്ചി അമ്മന്റെ ദിവ്യ മാർഗനിർദ്ദേശങ്ങൾ തേടൂ.